കളിക്കാരൻ എന്ന നിലയിൽ വളരെ സക്സസ്ഫുള്ളായ കരിയറാണ് ഫ്രാങ്ക് ലംപാർഡിൻ്റേത്. പക്ഷേ കോച്ച് എന്ന നിലയിൽ അത്ര കളർഫുൾ ആയിരുന്നില്ല ഇതുവരെ. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, അദ്ദേഹം കോച്ച് എന്ന നിലയിൽ ഡെർബി കൗണ്ടിയുടെ കോച്ചായിട്ടാണ് തുടങ്ങുന്നത്. പിന്നെ ചെൽസിയിലേക്കെത്തി. ഇതിഹാസ താരം മടങ്ങിയെത്തുന്നു കോച്ചായിട്ടെന്നൊക്കെ പറഞ്ഞ് വലിയ ഹൈപ്പായിരുന്നെങ്കിലും പ്രത്യേകിച്ച് വലിയ നേട്ടങ്ങളിലേക്ക് പോകാൻ പറ്റിയില്ല. പിന്നെ അദ്ദേഹം എവേർട്ടൻ്റെ കോച്ചായി, ചെൽസിയുടെ കെയർടേക്കർ കോച്ചായിട്ട് വീണ്ടും എത്തി. എന്നാൽ ഇപ്പോൾ കവൻട്രി സിറ്റിയിൽ അദ്ദേഹം മാന്ത്രിക പ്രകടനം തന്നെ കോച്ച് എന്ന നിലയിൽ നടത്തിയിരിക്കുന്നു. 25 കൊല്ലങ്ങൾക്ക് ശേഷം കവൻട്രി സിറ്റിയെ ഇതാ പ്രീമിയർ ലീഗിലേക്ക് മടക്കി എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരിക്കുന്നു. കവൻട്രി ഇന്നലെ നടന്ന ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ ബ്ലാക്ക്ബേൺ റോവേഴ്സുമായിട്ട് 1-1 സമനില പിടിച്ചതോടുകൂടി ചാമ്പ്യൻഷിപ്പ് പോയിൻ്റ് പട്ടികയിൽ 43 കളികളിൽ നിന്ന് 86 പോയിൻ്റോടെ ഒന്നാം സ്ഥാനത്താണ്. 25 വിജയങ്ങൾ, 11 സമനിലകൾ, 7 തോൽവികൾ, 85 ഗോളുകൾ അടിച്ചു. 43 എണ്ണമേ തിരികെ വാങ്ങിയുള്ളൂ. 42 അവരുടെ ഗോൾ ഡിഫറൻസ്. പൊളിച്ചടുക്കിയ പ്രകടനം തന്നെ ചാമ്പ്യൻഷിപ്പിൽ നടത്തിയിരിക്കുന്നു. പ്രീമിയർ ലീഗിൻ്റെ തുടക്കകാലത്ത് ഫൗണ്ടർ മെമ്പേഴ്സിൽ ഒരു ടീമാണ് കവൻട്രി സിറ്റി. 1992-93 സീസണിലാണല്ലോ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ആരംഭിക്കുന്നത്. അതിന് മുമ്പ് ഇംഗ്ലീഷ് ലീഗ് ഉണ്ട്. പക്ഷേ ഇന്നത്തെ രൂപത്തിലേക്കുള്ള പ്രീമിയർ ലീഗ് ആരംഭിക്കുന്നത് 1992-93 സീസണിലാണ്. അന്ന് ഫൗണ്ടർ മെമ്പറായിട്ടുണ്ടായിരുന്ന ടീം കഴിഞ്ഞ 2.5 പതിറ്റാണ്ടായിട്ട് പ്രീമിയർ ലീഗ് കണ്ടിരുന്നില്ല. അവിടേക്കാണ് അവരിപ്പോൾ വീണ്ടും മടക്കിയെത്തിച്ചിരിക്കുന്നത് ഫ്രാങ്ക് ലംപാർഡ്. തീർച്ചയായിട്ടും അദ്ദേഹം അവരുടെ ക്ലബ്ബിൽ ഒരു ലെജൻഡായി മാറുന്നു കോച്ച് എന്ന നിലയിൽ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് വരാം.